കാലം പോകുന്നതിനനുസരിച്ച് എല്ലാവരും പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ക്വാളിറ്റിയാണ് ഇക്വാളിറ്റി. കാരണം നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ ഹാൻഡിൽ തന്നെ തുറന്നാൽ ഫെമിനിസ്റ്റുകൾ ഇക്വാളിറ്റി ബിറ്റ്വീൻ സെക്സ് പറയും, അതായത് ആണും പെണ്ണും തമ്മിലുള്ള ഇക്വാളിറ്റി. സോഷ്യലിസ്റ്റുകൾ പൂർ ആൻഡ് റിച്ച് തമ്മിലുള്ള ഇക്വാളിറ്റി പറയും, പാവപ്പെട്ടവനും പണക്കാരനും തമ്മിലുള്ള ഇക്വാളിറ്റി. അങ്ങനെ ഇക്വാളിറ്റിയെ ജെനുവിൻലി പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ. ഇക്വാലിറ്റി ഹാസ് ബിക്കം എ ട്രെൻഡ്. നമുക്കൊന്ന് ചിന്തിക്കാം. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പം പ്രായം, കായികബലം, രാജ്യം, ഭാഷ, ജെൻഡർ, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം എടുത്താലും ഓൾ ഹ്യൂമൻസ് കനോട്ട് ബി ട്രൂലി ഈക്വൽ. ആരും ആരോടും ഇക്വാലിറ്റിയുടെ ചില ഫാക്ടേഴ്സ് കോമൺ ആവുമെങ്കിലും നമ്മൾ രണ്ടുപേരും ഈക്വൽ ആവാനുള്ള സാധ്യത വളരെ 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 ലോ ആണ്. കാരണം ജെനറ്റിക്സ് മാത്രം എടുത്താൽ തന്നെ ടു ഹ്യൂമൻസ് ആർ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. നേച്ചർ ഡിക്റ്റേറ്റ് ചെയ്യുന്ന രണ്ട് ഇക്വാലിറ്റിയെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റൂ. ഇക്വാലിറ്റി ഇൻ ഡെത്ത്, ഇക്വാലിറ്റി ഇൻ വൾണറബിലിറ്റി. അല്ലേ? എല്ലാവരും മരിക്കും, എല്ലാവർക്കും അസുഖങ്ങൾ വരാം, എല്ലാവരും കൊല്ലപ്പെടാം. അങ്ങനെയൊക്കെ ഇക്വാലിറ്റി ഇൻ വൾണറബിലിറ്റി ഉണ്ട്, ഇക്വാലിറ്റി ഇൻ ഡെത്ത് ഉണ്ട്. അതിൻ്റെ അകത്ത് ഇക്വാലിറ്റി ഇൻ വൾണറബിലിറ്റി ചില ആൾക്കാർക്ക് ഡിഫറെൻ്റ് ആയിരിക്കും. കാരണം അത്യാവശ്യം പൈസ കൂടുതലുള്ള ആൾക്ക് മെഡിക്കൽ സൗകര്യങ്ങളൊക്കെ കൂടുതൽ കിട്ടും, പൈസ കുറവുള്ള ആൾക്ക് അത് കിട്ടാൻ സാധ്യത കുറവാണ്. പക്ഷെ ഇക്വാലിറ്റി ഇൻ ഡെത്ത് ട്രൂലി ഈക്വൽ ആയ കാര്യമാണ്. ചിന്തിക്കാൻ, എല്ലാവരും മരിക്കും, മരണത്തിൽ മാത്രമാണ് നമ്മൾ ട്രൂലി ഈക്വൽ ആവുന്നത്. ഇക്വാലിറ്റി ഇൻ വൾണറബിലിറ്റി പറയുന്നത് നമുക്ക് രോഗം വരാനും കൊല്ലപ്പെടാനുമുള്ള സാധ്യത ഉണ്ടെന്നാണ്. അത് നടക്കുമെന്നല്ല. പക്ഷേ ഇത് രണ്ടും വരാനുള്ള സാധ്യത എല്ലാവർക്കും ഉണ്ടല്ലോ. കാരണം രോഗങ്ങൾ എല്ലാവർക്കും വരാൻ, കൊല്ലപ്പെടാനുള്ള സാധ്യത എല്ലാവർക്കും ഉണ്ട്. അതിന്റെ കോൺസിക്വൻസസ് അനുഭവിക്കുമെന്നല്ല. അപ്പം തെറ്റിദ്ധരിക്കരുത്. ഇപ്പം ഇക്വാലിറ്റി ഇൻ വൾണറബിലിറ്റി പറഞ്ഞാൽ ഇക്വാലിറ്റി ഇൻ ഡെത്തിലോട്ട് അത് ലീഡ് ഓൺ ചെയ്യുമെന്ന്. ഇപ്പം അത് തന്നെയാണ് റിച്ചും പൂറും നമ്മളുടെ മെഡിക്കൽ ഫെസിലിറ്റീസിന്റെ ഡിഫറൻസ് പറയാൻ കാരണം. അങ്ങനെ നോക്കുവാണെങ്കിൽ ക്യാൻ വി എവർ ബി ട്രൂലി ഈക്വൽ? ഐ തിങ്ക് നോട്ട്. കാരണം രണ്ട് ഹ്യൂമൻ ഒരിക്കലും ട്രൂലി ഈക്വൽ ആകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് നേച്ചറിന്റെ ഇക്വാലിറ്റി ഇൻ ഡെത്ത്, ഇക്വാലിറ്റി ഇൻ വൾണറബിലിറ്റിയും എനിക്ക് ഉറപ്പുള്ളതുകൊണ്ടാണ്. ബാക്കി ഒന്നിലും ഒരു ഇക്വാളിറ്റിയിലും എനിക്ക് പൂർണ്ണമായി ഉറപ്പില്ല. ഇനി അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ നടക്കുന്ന ട്രെൻഡ് എന്താണ്? ട്രെൻഡ് സൂചിപ്പിക്കുന്ന കാര്യം എന്താണ്? നമ്മൾ ഇക്വാളിറ്റിയിലോട്ടുള്ള യാത്രയിലാണ്. ഇക്വാളിറ്റി അച്ചീവ് ചെയ്യാനല്ല, ഡെസ്റ്റിനേഷൻ അല്ല ഇവിടുത്തെ കാര്യം, പ്രോസസ്സാണ്. വി ആർ സ്ട്രൈവിങ് ടുവേർഡ്സ് ഇക്വാളിറ്റി, വി ആർ ഓൺ എ ജേർണി ടു ഇക്വാളിറ്റി. ഇക്വാളിറ്റി എത്തും എന്നെനിക്കൊരു ഉറപ്പുമില്ല, പക്ഷേ അതിൻ്റെ ജേർണി നല്ലതായിരിക്കാം. തിങ്ക് അബൌട്ട് ഇറ്റ്.